ഞാൻ നിൽക്കുന്നത് തന്നെ മൾബറിയുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഈ മൾബറി ഏതാന്ന് വെച്ചാൽ പാകിസ്ഥാൻ മൾബറിയാണ്. ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് ഫസ്റ്റൊക്കെ നിർത്തിയതാണ്. പക്ഷെ പ്രൂൺ ചെയ്തിട്ട് ഈ പ്രാവശ്യം കമ്പുകളൊക്കെ മുകളിലോട്ട് പോയി. നിറച്ച് മൾബറിയാണ് ഇതിൽ കാഴ്ചയെടുക്കണ. കണ്ട, നിറച്ച് ഓരോ ഇലകളുടെ ഇടയിലും മൾബറി കാഴ്ചയെടുക്കണേ. നല്ല ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ കളറാവണ മൾബറിയാണ് കേട്ടോ. മൾബറിയിൽ വെച്ച് ഏറ്റവും മധുരമുള്ള മൾബറിയാണിത്. ഭയങ്കര മധുരം എന്ന് വെച്ചാൽ ഭയങ്കര മധുരമാണ് ഈ മൾബറിക്ക്. ഇങ്ങനെ കൊലകളായിട്ടാണ് ഇത് കായ്ക്കണത്. വലിയ നീളമല്ല, എന്നാലും ഇടത്തരം നീളമുള്ള മൾബറിയാണ്. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു മൾബറിയുടെ ഇനോട്ട് ഇത്. കണ്ട, നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ കണ്ട ഇതേപോലെ താഴെയൊക്കെ നമുക്ക് മൾബറി ഉണ്ടായി കിട്ടും. കണ്ട, പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പുമ്മലൊക്കെ എപ്പോഴും മൾബറി പ്രൂൺ ചെയ്ത് തന്നെ കൊടുക്കണം. ഇതേപോലെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൾബറി കിട്ടില്ല. കണ്ട, ഇത് നിറച്ച് എല്ലാ കമ്പുകളും. കണ്ട, ഈ കമ്പുകളിൽ എല്ലാത്തിലും തന്നെ മൾബറി ഉണ്ടായിട്ടുണ്ട്. കണ്ട, മൾബറി കാഴ്ചയെടുക്കണ കാണാനൊക്കെ കണ്ട ഇതേപോലെയാണ് മൾബറി കാഴ്ച വെക്കണത്. അപ്പോൾ ഇഷ്ടം പോലെ കണ്ട ഓരോ കൊമ്പ് വന്നതിലൊക്കെ മൾബറിയാണ്. അപ്പോൾ നമുക്ക് ചെറുതാക്കി വളർത്തുകയാണെങ്കിൽ നമുക്ക് മൾബറി മുകളിലോട്ടൊന്നും പോകൂല. നമ്മുടെ ആവശ്യത്തിന് കയ്യെത്തിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്ത്. ഇപ്പോൾ പൊട്ടിക്കടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കണ്ട, കുറേയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴേക്ക് വീഴുമ്പോൾ കിട്ടും. പിന്നെ കുറേയൊക്കെ കിളികളൊക്കെ കഴിക്കണേണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു മൾബറിയുടെ വെറൈറ്റിയാണിത്. നിറച്ച് കായ്ക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ട, നിറച്ച് കായ്ച്ചെടുക്കണ്ട. കണ്ട, പഴുത്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ്. കണ്ട, അപ്പോൾ ഇതേപോലത്തെ കളറാണ് പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് പഴുത്ത് കഴിഞ്ഞാലുള്ള കളറ് നമുക്ക് ഇതൊക്കെ പഴുത്തെടുക്കണേണ്. ഇപ്പം നമുക്ക് വിളവെടുക്കാനായിട്ട് കിടക്കണ മൾബറികളാണ്. കണ്ട, അപ്പോൾ മൾബറിയുടെ ഇലയും ഇന്ന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് മൾബറിയുടെ ഇലയും. അപ്പം മൾബറിയുടെ ഇലയും നമുക്കൊരു മൾബറി വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മൾബറിയുടെ ഇലയെ നമുക്ക് തോരൻ വെച്ച് കഴിക്കുകയും ചെയ്യാം. ഫ്രൂട്ടും നമുക്ക് കിട്ടുകയും ചെയ്യും. വലിയൊരു പരിചരണമൊന്നും വേണ്ടാത്ത ചെടിയാണ് മൾബറി. കീടങ്ങളുടെ ശല്യമൊക്കെ കുറവാണ്. നമുക്ക് ഒട്ടും തന്നെ പരിചരണമില്ലെന്ന് പറയാം. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നമുക്ക് ചെറുതാക്കി പ്രൂൺ ചെയ്ത് നിർത്തൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വളങ്ങൾ നമ്മൾ സാധാരണ ഫ്രൂട്ടിനൊക്കെ കൊടുക്കണ പോലെ വളങ്ങൾ ഇട്ട് കൊടുത്താൽ നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. വലിയ വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല മൾബറി ചെടിക്ക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വലിയ ഉയരത്തിലായി പോയത് വച്ചിട്ട് ഒരു 3 വർഷമായിട്ടുള്ളോട്ട് ഈ മൾബറി വെച്ചിട്ട്. അപ്പം നമുക്ക് ഈ മൾബറി ഒന്ന് കഴിച്ചു നോക്കാം. കണ്ട, നമുക്കിത് പഴുത്ത മൾബറിയാണ്. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഭയങ്കര മധുരമാണ്, നല്ല മധുരമാണ് മൾബറിക്ക്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് മൾബറി ഉണ്ട്. കണ്ട, ഇതിലൊക്കെ ഇത് വിളവെടുക്കാനായ മൾബറികളാണ് കിടക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ പറിക്കാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പറിക്കാനുള്ള മൾബറികളുണ്ട്. കണ്ട, നമുക്ക് ഇതും ഒന്ന് കഴിച്ച് നോക്കാം. ഇതൊക്കെ പഴുത്ത് തന്നെ ഇരിക്കണേണ്. അപ്പോൾ ഇത് പഴുത്താലും ഈ കളറാവുള്ളൂ. കണ്ട, ഇതേപോലത്തെ കളറാകുള്ളൂ. അപ്പോൾ നമുക്കിത് പഴുത്ത് കഴിഞ്ഞാൽ അറിയാൻ പണിയാണ്. നമ്മൾ ബ്രസീലിയൻ മൾബറി എന്നൊക്കെ പറഞ്ഞാൽ പഴുത്താൽ നല്ല റെഡ് കളറാവുമല്ലോ, വയലറ്റ് കളറൊക്കെ ആവും. പക്ഷേ ഇത് പഴുത്ത കഴിഞ്ഞാൽ മഞ്ഞ കളറാണ്. പക്ഷേ അതിൽ മധുരം കൂടിയ മൾബറി ഇത് തന്നെയാണ്. അപ്പം നമുക്കിതിൻ്റെ കമ്പ് നട്ട് നമുക്ക് പുതിയ തൈകൾ ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടാലും പിടിക്കും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലെയർ ചെയ്ത തൈകളൊക്കെ ഇന്ന് നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ലെയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കായ് ഉണ്ടായി കിട്ടുകയും ചെയ്യും. നമുക്ക് നഴ്സറികളിൽ നിന്ന് പലതരത്തിലുള്ള മൾബറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. മൾബറി നിന്ന് എല്ലാവരും മേടിച്ച് വെക്കണ ഒരു ഫ്രൂട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിൽ നമുക്ക് തോരനൊക്കെ വെക്കുകയും ചെയ്യാമല്ലോ. അപ്പം മൾബറി എല്ലാവരും തന്നെ മേടിച്ച് വെക്കണ ഒരു ഫ്രൂട്ടാണ്. അപ്പം നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ മഞ്ഞ നിറത്തിൽ പഴുക്കണ മൾബറി മേടിച്ച് വെച്ചോ. കാരണം ഇത് നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ളതാണ്, വീട്ടിൽ വെക്കാൻ പറ്റിയതാണ്. എല്ലാവരും നമ്മൾ ഒരുപാട് ഫ്രൂട്ടൊക്കെ വെക്കണതാണ്. നമ്മുടെ വീട്ടിലൊരു മൾബറി ചെടിയും കൂടി എല്ലാവരും വെച്ച് പിടിപ്പിക്കുക. ഒന്നുമില്ലെങ്കിലും നമുക്കൊരു തണൽ വൃക്ഷമായിട്ടെങ്കിലും നിന്നോളും. നല്ല അത്യാവശ്യത്തിന് ഇതിൽ നിറച്ച് കായാണ് ഇപ്പം ഉണ്ടായി കിടക്കണത്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യാം, ഇലയൊക്കെ തോരൻ വെക്കുകയും ചെയ്യാം.
നഴ്സറികളിൽ നിന്ന് പലതരത്തിലുള്ള മൾബറികളുടെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.